വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളാതെ മുൻ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ കെ വി തോമസ്. നിലവിൽ പാർട്ടി ഇത് സംബന്ധിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും ചർച്ചകൾ വരുമ്പോൾ ആലോചിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. പ്രൊഫസർ കെ വി തോമസ് ഇങ്ങനെയൊരു പേര് സംസ്ഥാനത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല. മന്ത്രിയാണ്, MP ആയിരുന്നു, MLA ആയിരുന്നു, അങ്ങനെയെല്ലാം സുദീർഘമായ ഒരു കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രശോഭിച്ചിരുന്നു. അന്നെല്ലാം കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖം എന്നെല്ലാം തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുകളും കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ മാറുന്നു. കുറേയെങ്കിലും ആ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ അദ്ദേഹം അറിയപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പ്രൊഫസർ കെ വി തോമസിന് പറയാനുള്ളതെന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുന്നു, പക്ഷേ എന്താണ് മനസ്സിൽ ഞാനിന്നൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കാലത്ത് ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു. നെഹ്റുവിയൻ സോഷ്യലിസം, നെഹ്റുവിയൻ്റെ കാഴ്ചപ്പാടാണ് ഇന്ത്യയെ വളർത്തിയെന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ 2021 കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഗ്രസുമായി മാറി നിൽക്കേണ്ടി വന്നു. ഞാൻ സ്വയം മാറിയതല്ല, അവരെന്നെ മാറ്റിയതാണ്. എനിക്ക് 19 സീറ്റ് നിഷേധിച്ചു. 21 വന്നപ്പോൾ വർക്കിംഗ് പ്രസിസ്ഥാനം നിഷേധിച്ചു. എന്നെ അനാഥമാക്കി. മാത്രമല്ല, എന്നെ കണ്ടാമിണ്ടാത്ത സ്ഥിതി വന്നു പല നേതാക്കന്മാർക്ക്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. ആ സന്ദർഭത്തിലാണ് എൻ്റെ ദീർഘകാല സുഹൃത്തുക്കളാണ് യെച്ചൂരി, MA ബേബി, കൊടിയേരി. അന്ന് എനിക്ക് പിണറായി വിജയനായിട്ട് അത്ര പരിചയമില്ല. അപ്പം അവിടെയായിരുന്നു എന്നോട് പറഞ്ഞ മാഷിങ്ങൾ ചുമ്മാ ഇരിക്കണേ, എന്തിനാ എന്തെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുക എന്ന് നിർദ്ദേശിച്ചപ്പോഴാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടത്. അപ്പോൾ അത് ആദ്യകാലത്ത് ഞാൻ CPM-ൽ ചേരണമെന്നായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ മാഷായിട്ട് നിന്നോ, സംസ്ഥാനത്തിന് ചെയ്യാവുന്ന സഹായം ചെയ്യുക. അങ്ങനെയാണ് ഞാൻ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലെത്തുന്നത്. ഞാൻ ആത്മാർത്ഥമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിക്കുമെന്ന് എൻ്റെ വിശ്വാസം. 2021 കഴിഞ്ഞ് ഉള്ള തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ സ്വതന്ത്രമായിട്ട് ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് സോണിയാഗാന്ധി ഇടപെട്ട് മാറി. അന്ന് ഞാൻ പറഞ്ഞു, മാറിക്കഴിഞ്ഞപ്പോൾ ഇനിയൊരു പാർലമെൻ്ററി ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വസ്ഥമായി എഴുതുകയും വായിക്കുകയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഡൽഹി ലൈസൺ വർക്ക് ചെയ്യുകയും അതുമായിട്ട് മുന്നോട്ട് പോവുക എന്ന്. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു വിധത്തിലൊന്നും ഇതുവരെയും ആലോചിച്ചിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒഴിവാക്കപ്പെടുന്നത് അതൊരു ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗം അല്ല. അത് 2019 മുതൽ അതല്ലേ ഉള്ളത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ തുടരെ 8 പ്രാവശ്യം ജയിച്ചു എന്നുള്ളത് തെറ്റാണ്. എൻ്റെ പ്രായം അന്ന് 73. ഞാൻ 73 ആയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പോൾ 83 വയസ്സായ 55 വയസ്സാക്കി സീറ്റ് കൊടുക്കുവാണ്. അന്ന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? എന്നിട്ട് ഞാൻ പരിഭവിച്ചിട്ട്, കാരണം ഇന്ന് സോണിയാജിയുമായിട്ട് എനിക്ക് അത്ര വലിയ, ആ കുടുംബമായിട്ട് അത്ര വലിയ അടുപ്പം. സോണിയാജി വിളിപ്പിച്ചിട്ട് പറഞ്ഞു അതങ്ങനെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, മാഡം എനിക്കതിൽ പരിഭവം തന്നെ, എനിക്ക് കോൺഗ്രസ്സായിട്ട് തുടരണം, അതൊരു അംഗീകാരം എനിക്ക് വേണം. അങ്ങനെ പാർട്ടിയുടെ പോസ്റ്റ് തരുന്ന വർക്കിംഗ് പ്രസിഡന്റ്, അതും നിഷേധിച്ചു. പിന്നെ എന്നെ അടുപ്പിച്ചിട്ടില്ല. എന്നെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല, ഞാൻ രാജ്യം വെച്ചിട്ടില്ല. പക്ഷേ അവരടുപ്പിക്കത്തില്ല. കാരണം കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് ആരെയും വേണ്ട. അതിന് ദുഃഖകരമെന്ന് പറയട്ടെ, രാഹുൽ ഗാന്ധി കൂട്ടു നിൽക്കുന്നു. രാഹുൽജിയുടെ നിലപാട് ഇതാണ്, പോണവരൊക്കെ പൊക്കോട്ടെ. എത്ര പേരാണ് പോയത്? എത്ര പ്രഗത്ഭരായ കോൺഗ്രസ്, ഞാൻ പ്രഗത്ഭരാണെന്ന് പറയേണ്ട, പക്ഷേ ഞാൻ വലിയ പ്രഗത്ഭരായ എത്രയോ നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയി. അവരെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനോ അവർ പോകാതിരിക്കാനോ തടയിടാനോ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ലല്ലോ. പുതിയ ലീഡർഷിപ്പ് ഡൽഹിയിൽ AICC വന്നു കഴിഞ്ഞ ശേഷം എത്ര സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു? ഇതാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? കേരളത്തിൽ ഇന്നത്തെ സ്ഥിതി ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം. ഞാൻ പിണറായി വിജയെ കാണുന്നത് എൻ്റെ ആദ്യത്തെ കാല നേതാവ് K. കരുണാകരനെ കാണുമ്പോഴാണ്. നല്ലൊരു ഭരണാധികാരി, നിശ്ചയദാർഢ്യമുള്ളയാൾ, വിശ്വസിക്കാൻ കൊള്ളാവുന്നു. അദ്ദേഹം നല്ലൊരു സ്നേഹിതനുമാണ്. പുറത്ത് കാണുന്ന മുഖമല്ല, അദ്ദേഹത്തിന് ഒരു പുഞ്ചിരിക്കുന്ന മനസ്സുണ്ട്, നല്ല മനസ്സുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. ആ ഒരു സൗഹൃദവും കാര്യങ്ങളെല്ലാം മുൻനിർത്തി ഒരുപക്ഷെ വീണ്ടും ഒരു പാർലമെൻറ്റ് രംഗത്തേക്ക് കടന്നു വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടാകും? എനിക്കറിയില്ല. കാരണം ഞാൻ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ സീറ്റൊന്നും ചോദിച്ചിട്ട് എനിക്കും എൻ്റെ ഫാമിലിക്ക് മകൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ സർവതന്ത്ര സ്വന്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതൊരു വലിയ ആശ്വാസം. അതേ സമയത്ത് എന്നോട് ഗോവിന്ദ മാഷാണെങ്കിലും ബേബി സഖാവാണെങ്കിലും, ബേബി സഖാവ് എന്നെ വിളിക്കുന്നത്, ഇത് പണ്ടേ ബേബി ഞാനും കൂടെ ഒന്നിച്ച് കുമ്പളങ്ങി വന്ന് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. യെച്ചൂരി എൻ്റെ ഏറ്റവും ആത്മാർത്ഥ, ഏറ്റവും ദുഃഖമുണ്ടായത് അവിടെയാണ്.
യെച്ചൂരിയുടെ മകൻ മരിച്ചിട്ട് അന്ന് ഞാനിവിടെയാണ്. ഞാൻ ഫോണിൽ കണ്ടോളൻസ് പറഞ്ഞു. ഡൽഹി ചെന്നപ്പോൾ കാണാൻ ചെന്നപ്പോൾ സെൻട്രൽ ഹോളിലില്ല, AKG ഭവനിലാണ്. അവിടെ ചെന്നു. ഞാൻ AKG ഭവനിൽ പോയി എന്നതിൻ്റെ പേരിൽ എനിക്ക് നടപടിയെടുത്തു. വാർണിംഗ് നോട്ടീസ് എന്തിനാണ് പോയെന്ന്. അപ്പം ഞാൻ പോയത് എൻ്റെ സുഹൃത്ത് യെച്ചൂരിയുടെ വീട്ടിലാണ്. ആ യെച്ചൂരിയും സോണിയാഗാന്ധിയും കൂടെ നല്ല ബന്ധമല്ലേ. സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ കാപ്പി പോലും ഉണ്ടാക്കാനുള്ള അധികാരം യെച്ചൂരിക്കുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ കണ്ണൂർ പോയത് CPMൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ഞാനാണ് ആദ്യമായിട്ട് പോകുന്നത്. എനിക്ക് മുമ്പ് എത്രയും നേതാക്കന്മാർ പോയിരിക്കുന്നു, എനിക്ക് ശേഷം എത്ര പേര് പോയിരിക്കുന്നു. അപ്പം ഞാൻ CPMൻ്റെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പോയത് അത് സ്റ്റാലിൻ പങ്കെടുത്ത സമ്മേളനമാണ്. പിന്നെ പിണറായി വിജയനോടുള്ള സ്നേഹം, അത് 100 കാരണങ്ങളുണ്ട്. ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗെയിൽ പ്രോജക്റ്റ് വന്നത്. അത് നിർത്തിപ്പോകുമെന്ന നിലയിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത്. അദ്ദേഹം അത് ഏറ്റെടുത്ത് നടപ്പിലാക്കി. കേരള നിയമസഭ യുണാനിമസായിട്ട് 30 മീറ്റർ വീതിയിൽ നമ്മുടെ ദേശീയപാത മതി എന്ന സ്ഥാനത്ത് 70 മീറ്ററോടെ നമ്മുടെ ആകാശപാത വരെ. അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ തുറമുഖം, വിഴിഞ്ഞം തുറമുഖം, കാര്യം ഉമ്മൻചാണ്ടി ഇനീഷ്യേറ്റ് എടുത്താൽ വരുന്നത്. ഞാൻ അതിന് വലിയ പങ്കാളിത്തം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.